ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായൂരിന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 11 വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിച്ചതില്ല ഒരർത്ഥമുണ്ട്. ഇടപെടണം. എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ്. ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെ ഒരിക്കലും ഉപദ്രവിക്കൂല. ജസ്ന സലീമിനെ കുറിച്ച് അറിയാത്ത മലയാളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ജസ്ന സലീം. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിക്ക് ശ്രീകൃഷ്ണന്റെ ചിത്രം കൈമാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവര് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പം മുസ്ലിം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ ചിത്രം വരക്കുന്നത് കൊണ്ട് ഫാമിലിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള ഭീഷണികളും ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടുള്ള ഒരാളാണ് ഈ ജസ്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്നും അവർ തോറ്റു കൊടുക്കാൻ നിന്നിട്ടില്ല. അവർ പിന്നീടും ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു അധിക്ഷേപങ്ങളും കാര്യങ്ങളൊന്നും അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അവർ പിന്നെയും കൃഷ്ണ ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. അതുമൂലം അതിൽ നിന്നും അവർക്ക് ഒരുപാട് വരുമാനം വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെന്റ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഇവർ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പലർക്കും അറിയാമെന്ന് കരുതുന്നു. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് എങ്ങനെയാണ് ജസ്ന ഈ ഒരു കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഹിന്ദുവായ ഒരാളാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതെങ്കിൽ വലിയ കൗതുകമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ബട്ട് വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ചിത്രമൊക്കെ വരയ്ക്കാന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നേന്നുള്ളത് നമുക്കൊന്ന് അറിയാം. എന്നെ വീട്ടിലെ കുട്ടിക്കാലം തൊട്ടേ കണ്ണാന്നാ വിളിക്കുക. അത് എല്ലാരും പറയുന്നത് ഗുണം സ്നേഹം കൊണ്ട് വിളിച്ചതല്ല, എന്നെ കളിയാക്കി വിളിക്കുന്നതായിരുന്നു കണ്ണ എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് വെറുത്തൊരു പേരായി കണ്ണനെ എന്നുള്ളത്. അപ്പൊ വർഷങ്ങൾക്ക് ഇപ്പുറം 2009 ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. കണ്ടു നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ, എന്ത് രസാ കാണാൻ. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ മൂപ്പരൊരു ഫാൻ ആവുകയായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ എന്റെ വീട്ടിൽ തന്നെ കണ്ണാന്ന് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യാന്ന് പറഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡും അവിടുന്ന് കണ്ണാന്ന് കയറി വിളിച്ചു. ഞാൻ ചോദിച്ചു, അല്ലക്കാക്കെ വീട്ടിൽ നിന്നോ സൗകര്യം തന്നിട്ടില്ല, ഇവിടെ വന്നിട്ട് ഇതേ വിളി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ എന്നോട് നിന്നെ അല്ല യഥാർത്ഥത്തിലുള്ള കണ്ണനെയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ യഥാർത്ഥത്തിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണനെ കാണുന്നത്. അപ്പൊ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഒരു ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞു നിന്നിട്ട് ലഡു എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്ന കണ്ണനെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു, പഠിച്ചാനെ ഇത്രയും ഒരു കുഞ്ഞു വാവനെ വെച്ചിട്ടല്ലേ ഇത്രയും നാളെ തന്നെ എന്നെ കളിയാക്കിയത്, ഇതിനായിരുന്നു ഞാൻ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എന്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഫുള്ള് മുസ്ലിംസ് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെന്ന് വെച്ചാല് ഒരുപാട് ഹിന്ദു മതസ്ഥര് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അമ്പലവും കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പലം തന്നെ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ചടങ്ങുണ്ടല്ലോ, നാട്ടുനടപ്പുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ അടുത്ത വീട്ടിലൊക്കെ പോവുക എന്നുള്ളത്. അപ്പൊ എവിടെ പോകുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക കണ്ണനുണ്ടോന്നാണ്. ആ വീട്ടിലെ പൂജാമുറി ഒന്ന് ഞാൻ പാർത്ത് നോക്കും, അവിടെ കണ്ണനുണ്ടോ എന്നറിയാൻ. കണ്ണനിന്റെ സ്പോട്ടിൽ കാക്കനെ വിളിക്കും, കാക്കയെ കണ്ണൻ ഇവിടെ ഉണ്ട് എന്നാണ്. അതിന് എനിക്കൊരു കൗതുകമായിട്ടായി വന്നത്. അങ്ങനെ 2014, 13, 14 കാലഘട്ടങ്ങളിൽ വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് വരച്ചൊരു ചിത്രം അത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകി. അവർക്ക് അതിനാൽ എന്തൊക്കെയോ നേട്ടം ഉണ്ടായി എന്ന് അവർ അവകാശപ്പെടുന്നു. അവരടുത്ത ആളോട് പാസ് ചെയ്ത് അങ്ങനെ എനിക്ക് ഓർഡർ വന്ന് തുടങ്ങിയതാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിന്നൊരു വരുമാനം വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയത്. അതായത് ഭർത്താവായിട്ടുള്ള സലീമാണ് നമ്മുടെ കൃഷ്ണന്റെ ഫോട്ടോ ആദ്യമായിട്ട് ജസ്നെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവർ ആദ്യമായിട്ട് ഈ ഒരു കണ്ണനെ വരക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണനെ കണ്ടാൽ ആർക്കാണ് ഇഷ്ടമാവാത്തതല്ലേ? അപ്പം അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഇവര് റീസെന്റ് ഗുരുവായൂർ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇവരുടെ വീഡിയോക്ക് താഴെ വളരെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുള്ള ഒരു ലേഡീനെ കാണുകയും അവരുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ലേഡി ഇട്ടിട്ടുള്ള കമന്റ് വായിച്ചതിന് ശേഷം നമുക്ക് ഗുരുവായൂരിൽ എന്താ നടന്നെന്നുള്ള ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇതുപോലൊരു ഭർത്താവിനെ സമ്മതിക്കണം, ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ആഹാ എന്ത് സുഖം. എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇതുപോലെ വിശാല ഹൃദയരായിരുന്നെങ്കിൽ എന്താല്ലേ ആ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ്. താത്ത ഒരുമിച്ച താമസം അല്ലയോ? അല്ല, താത്ത ഈ കസിൻ ബ്രദർ ഏതു വകയിലാണ് അത് പറഞ്ഞില്ലല്ലോ. സ്വന്തം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂട്ടുകിടക്കാൻ കസിൻ ബ്രദർ, ഈശ്വര, താത്ത ആണെന്ന് സമ്മതിച്ചു, അത് മതി. മല്ലു ഡയറീസ് ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്.
മോശമായിട്ടുള്ളതാണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ആ സ്ത്രീ കാണിച്ചിരിക്കുന്നത് അവരുടെ ഒരു സംസ്കാരമാണ്. അപ്പം അവർ ചിലപ്പോൾ അവരുടെ കസിൻസിനൊക്കെ ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. എന്ന് വെച്ച് ജസ്ന ഈ ഗുരുവായൂർ പോലെയുള്ള ഒരു പവിത്രമായ സ്ഥലത്ത് വെച്ച് കാണിച്ചു കൂട്ടിയതിനെ യാതൊരു രീതിയിലും ന്യായീകരിക്കാനും കഴിയില്ല. ജസ്ന ആയതുകൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ ജസ്ന അമ്പലത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതിൽ ഒരു വർഗീയത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും പോകുന്നത് അതൊരു നമുക്കൊരു മനസ്സിന് സമാധാനവും ശാന്തിയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജി റിമൂവ് ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും അമ്പലത്തിനും പള്ളിയിലൊക്കെ പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതുപോലുള്ള പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സും വരും എന്നുള്ളത് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന എല്ലാവരുടെയും പുറകെ പോയി ഇതുപോലെ അടി ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് അതിനല്ലേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവർ വേറൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപമാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും 2 മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊരാൾ സഹായത്തിനില്ല. പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എന്ത് കലാപമാണ് ഇവിടെ തീർത്തത്? അതുകൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞു തരും. എന്റെ ഉപജീവന മാർഗം, എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ല, ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു. എല്ലാരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന്. ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടിട്ട് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത്. സത്യാവസ്ഥയാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെക്കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ വിശ്വാസത്തെ, അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു. ഒരു മതസൗഹാർദ്ദം പോലെ ഞാൻ നിന്നു. ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ആളുകൾ ഇതിലൊക്കെ വർഗീയത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും മറ്റുള്ള മതങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. ഇവര് ഗുരുവായൂർ പോയി ചെയ്തിട്ടുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും എന്താണ് ഇവർ വരുമാനം ഉണ്ടാക്കാനാണ് കൃഷ്ണന്റെ ചിത്രം വരക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെയും ഇവരുടെ ഫാമിലിയും അതുപോലെ തന്നെ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവരെ എതിർത്തപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടും അവർ കൃഷ്ണനെ വരയ്ക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഇത് വളരെ ബ്രേവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ച് ഇതിൽ വർഗീയത കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്കതിനോട് യോജിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതിനൊന്നും അത്ര വലിയ വർഗീയത കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് ജസ്റ്റിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഒരുപാട് പട്ടികൾ കുരക്കുന്നുണ്ടാവും. സോ അവരെയൊക്കെ കാലുകളിൽ എറിയാനായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് ടൈമിൽ എത്തണം എന്നില്ല. അതുകൊണ്ട് കുരക്കുന്ന പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കട്ടെ, നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.